എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് EMTയിലെ മൊഡ്യൂൾ 3യിലെ കുറച്ച് പോർഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ എപ്പോഴും നമ്മൾ മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. കാര്യം എന്താ വെച്ചാൽ മൊഡ്യൂൾ 2യിലുള്ള അതേ ടോപ്പിക്സും അതേ കൺസെപ്റ്റുകളും തന്നെയാണ് നമ്മൾ മൊഡ്യൂൾ 3യിൽ പഠിക്കുന്നത്. അതിന് അനലോഗസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മൊഡ്യൂൾ 3 ഫുള്ള് പോകുന്നത് 3 ബേസിക് കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഡെറിവേഷൻസും എല്ലാ എക്സ്പ്ലനേഷൻസും പറയുന്നത്. എല്ലാ തിയറീസും ഒക്കെ നമ്മൾ പറയുന്ന ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കൊച്ചിലും പോലെ കേൾക്കുന്നതാണ്. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴും അതത്രേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയനിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ 1 വെബർ സ്ട്രെങ്ത് ഉള്ള ഏതെങ്കിലും ഒരു പോൾ കൊണ്ടുവരാമെന്ന് വെച്ചോ. ഇപ്പോൾ സപ്പോസ് സേ അതൊരു നോർത്ത് പോൾ കൊണ്ടുവരിക. ഒരു 1 വെബർ സ്ട്രെങ്ത് ഉള്ള ഒരു നോർത്ത് പോൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ നോർത്ത് പോളിന് ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ എച്ച് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ്. അത്രേ ഉള്ളൂ. വെക്ടർ എച്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ്. ഇനി വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ ദ ടോട്ടൽ ഫ്ലക്സ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് സർഫസ് ഏരിയ ഇൻ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് റൈറ്റ് ആംഗിൾസിലിരിക്കുന്ന ഒരു പ്ലെയിനിലെ യൂണിറ്റ് സർഫസ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വെക്ടർ ബി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. അപ്പോൾ B is equal to mu H. അത് നമ്മൾ പണ്ട് ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനു മുന്നേ നമ്മൾ +2നും ഫുള്ള് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വേഗം അങ്ങ് പോവാം. അപ്പോൾ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. H മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. mu എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പാസ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിയെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പാസ് ചെയ്യാനുള്ള വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ എബിലിറ്റി, അതിനെയാണ് നമ്മൾ മ്യൂ എന്ന് പറയുന്നത്. മ്യൂവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മ്യൂ ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പെർമിയബിലിറ്റി μ0 ഇൻറ്റു റിലേറ്റീവ് പെർമിയബിലിറ്റി μr. അപ്പോൾ μ0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണ്. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. μ0യുടെ വാല്യൂ നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻7 ഹെൻറി പെർ മീറ്റർ ആണ്. അതുപോലെ തന്നെ μrൻ്റെ വാല്യൂ എന്തെന്നാണ് 1 ആണ്. ഫോർ ഇൻ കേസ് ഓഫ് എയറിൻ്റെ കേസിൽ μr റിലേറ്റീവ് പെർമിബിലിറ്റിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഈ ബിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വെക്ടർ B ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു μr ഇൻറ്റു വെക്ടർ H എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോട്ട്-സാവർട്ട്സ് ലോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബയോട്ട്-സാവർട്ട്സ് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം ആ കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നത് പോലെ തന്നെ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. അതിലുള്ള എല്ലാ പോയിന്റിലും ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണും. അപ്പോൾ ബയോട്ട്-സാവർട്ട്സ് ലോ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കറണ്ട് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്
നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബയോട്ട്-സാവേർട്ട്സ് ലോ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഉപയോഗിച്ച കൂളോംസ് ലായ്ക്ക് അനലോഗസ് ആയിട്ട് വരുന്ന മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ടോപ്പിക്കാണ് ബയോട്ട്-സാവേർട്ട്സ് ലോ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ സപ്പോസ് ദിസ് ഇസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതിലൂടെ ഒഴുകുന്ന ഡയറക്റ്റ് കറണ്ടാണ് I. അപ്പോൾ ഇതിലൊരു എലമെൻ്റൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എലമെൻ്റൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാതെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഭാഗം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ എലമെൻ്റൽ ലെങ്ത് DL എന്ന് വെച്ചു. അപ്പോൾ ഈ DL എന്ന് പറയുന്ന എലമെൻ്റൽ ലെങ്ത്തിന് തീറ്റ ആംഗിളിൽ R ഡിസ്റ്റൻസ് അപ്പുറത്താണ് നമ്മുടെ പോയിന്റ് P ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ട് I, അതിൽ നമ്മളൊരു ചെറിയൊരു എലമെൻ്റൽ ലെങ്ത് ഡിഫറൻഷ്യൽ എലമെൻ്റ് DL കൺസിഡർ ചെയ്തു. ആ ഒരു പോയിന്റിൽ നിന്ന് തീറ്റ ആംഗിളിൽ വെക്റ്റർ R ഡിസ്റ്റൻസ് അപ്പുറത്തിരിക്കുന്ന പോയിന്റാണ് P. നമുക്ക് ഈ P എന്ന് പറയുന്ന പോയിന്റിലെ DH, അതായത് ഡിഫറൻഷ്യൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അക്കോർഡിംഗ് ടു ബയോട്ട്-സാവേർട്ട്സ് ലോ നമുക്ക് 3 കാര്യങ്ങൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഡിഫറൻഷ്യൽ ലെങ്ത്. ഇവിടെ ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ലെങ്ത് വന്നത്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് I ഇൻറ്റു ഈ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് TL, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു TL. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ഇത് ഇൻകംപ്ലീറ്റ് ആണ് ബിറ്റ്വീൻ എലമെന്റ് ആൻഡ് ലൈൻ ജോയിനിങ്. Element and line joining, that is proportional to sine of some angle. ഈ ആംഗിൾ ഏതാണ്? ഈ എലമെൻറ്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ, ദാറ്റ് ഈസ് തീറ്റ, സൈൻ ഓഫ് തീറ്റ. അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എലമെൻറ്റ് ആൻഡ് ദ പോയിന്റ്. എലമെൻറ്റും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ R ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പം DH-ന് ഒരു റിലേഷൻ കിട്ടും. DH is proportional to IDL sin theta by R². ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി DH is equal to K into IDL sin theta by R² എന്ന് വരും. എക്സ്പെരിമെൻ്റലി കെയുടെ വാല്യൂ 1/4π ആണ്. അതെടുത്ത് ഈക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ DH is equal to IDL sin theta by 4π R² എന്ന് വരും. ഇത് നമ്മുടെ കുളോംസ് ലോയ്ക്ക് അനലോഗസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ഡയറക്ഷനിലായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് വെക്റ്റർ R-ൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ എടുക്കാം. ആ യൂണിറ്റ് വെക്റ്റർ R-ൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് വെക്റ്റർ AR എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ കൊടുക്കണം, AR യൂണിറ്റ് വെക്റ്റർ. പിന്നെ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? AR is equal to വെക്റ്റർ R divided by magnitude of വെക്റ്റർ R.
ഓക്കെ, അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഐഡിയൽ സൈൻ തീറ്റ ബൈ 4 r സ്ക്വയർ, സോറി അത് r സ്ക്വയർ ആണ്, ഇൻറ്റു വെക്റ്റർ r ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് r. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡി എൽ സൈൻ തീറ്റ എ ആർ, അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ആണ്. ഓക്കെ, ആ ഒരു ഫോമിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? വെക്റ്റർ ഡി എച്ച് ഇസ് ഈക്വൽ ടു ഐ ഡി എൽ ക്രോസ് എ ആർ ഡിവൈഡഡ് ബൈ 4 r സ്ക്വയർ എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാലുള്ള ബയോട്ട്-സാവർട്ട്സ് ലോയുടെ ഇക്വേഷൻ, ആംപിയർ പെർ മീറ്റർ. ഓക്കെ, ഇനി ഇതിപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. വെക്റ്റർ എച്ച് ഇസ് ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി എൽ ക്രോസ് എ ആർ ഡിവൈഡഡ് ബൈ 4 r സ്ക്വയർ ആംപിയർ പെർ മീറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആംബിയസ് ഫോഴ്സ് ലോ ആണ്. അതായത് ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക. ആ സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി ബി ആണ്. അപ്പോൾ ഈ സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് വേരിയേഷൻസ് ഒന്നും ഇല്ലാത്തൊരു മാഗ്നറ്റിക് ഫീൽഡ്. അതിലേക്ക് നമ്മൾ ഒരു ചാർജ് കൊണ്ടുവരുവാണ്, ഒരു ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉള്ള ഒരു ചാർജ് കൊണ്ടുവരിക. ആ ചാർജ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ അത് മൂവ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് എഫ് എം ഇസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് വി. ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മൂവിങ് ചാർജാണ്, വെലോസിറ്റി ഓഫ് മൂവിങ് ചാർജ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, നമുക്കറിയാം. ഓക്കെ, വി ഓൾറെഡി നോ ദാറ്റ് ഒരു ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇ എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്, ക്യൂ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ചാർജിന് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ളപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വേഷനും നമുക്കറിയാം. അപ്പോൾ ഒരു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എഫ് എം പ്ലസ് എഫ് ഇ ആയിരിക്കും. ഈ എഫ് എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം ക്യൂ വി ബി ആണ്. അതുപോലെ തന്നെ എഫ് ഇയുടെ വാല്യൂ ക്യൂ ഇ ആണ്. അപ്പോൾ എഫ് ടി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി പ്ലസ് ഇ ആയിരിക്കും. ഈ ബി ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ഇതാണ് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇന്ന് കണ്ടത് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് നോക്കി, ഫ്ലക്സ് ഡെൻസിറ്റി നോക്കി, അത് തമ്മിലുള്ള റിലേഷൻ നോക്കി, ബയോട്ട്-സാവർട്ട്സ് ലോ എന്താണെന്ന് നോക്കി, അതേപോലെ തന്നെ ആംബിയസ് ഫോഴ്സ് ലോ എന്താണെന്ന് നോക്കി. അപ്പോൾ ഇതെല്ലാം സിമ്പിൾ ടോപ്പിക്കുകളാണ്, ജസ്റ്റ് നമ്മൾ +2 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്.
പക്ഷേ ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇനി വരുന്ന എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക.